ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നൊരു ഫുഡ് ബ്ലോഗ് ആയിട്ട് നിൽക്കണല്ലേ. എന്താ ഉണ്ടാക്കണേ? ബീഫ് കറി, പിന്നെ പുട്ട്, ബീഫും പൊട്ട. അപ്പോൾ ബീഫിക്കില്ല ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി ഇതൊക്കെ വേണ്ടത് വലിയ ജീരകം എടുക്കുറിയാ. ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും പൊടിയെടുക്കൽ വൺ ടാസ്ക് ആണ്. തിരഞ്ഞെടുക്കൂ. നോക്കട്ടെ. അല്ല, അത് ചെറുതാണ്. പോട്ടെ. കിട്ടി ഗൈസ്. നമുക്ക് മിക്സിയിലിട്ട് കിടക്കാം. ഇതിലിടാം. ഞാനല്ല ഗൈസ് ഉണ്ടാക്കണത്. ജല്ലേ ഞാനാണ് ഉണ്ടാക്കാം. അല്ല, ഞാനൊക്കെ എന്തൊക്കെ പറഞ്ഞുതരാം. അയ്യോ, കളിയാക്കാണ്. അപ്പൊ ഇനി അതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയണ സംഭവം തന്നെയാണ്. പക്ഷെ ഞങ്ങള് വേറൊരു ടൈപ്പിലാണ് കറി ഉണ്ടാക്കല്ലേ. കുറച്ചൊക്കെ വേണ്ടി വരും. കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്പൂണോ? ഒരു സ്പൂൺ കാണാല്ലേ. മതിയോ ജീരകം? ലേസം കൂടി ഇട്ടോളോ. ഇജല്ലേ കുക്കിംഗ് ആർത്തി. മതി. ചെറുള്ളി ശരിക്കും തോന വേണല്ലേ. ഞങ്ങളെടുത്തില്ലാത്തോണ്ട് ഞങ്ങൾ കുറച്ചുള്ളൂ എടുത്തിട്ടു. വേണ്ടവർ തോന എടുക്കും. ഇനി അതൊക്കെ വെള്ളം പാരും. നിങ്ങൾ കറി വെക്കേണ്ട ബീഫ് ഇതിൽ വെള്ളത്തിലാണ്. മതി. ഇതൊന്നും അടിച്ചെടുത്താൽ മതിട്ടോ. ജസ്റ്റ് എൻ്റെ കൊച്ചു ഇംഗ്ലീഷൊക്കെ പറയുള്ളൂ. ഞങ്ങൾ പ്രൊഫൈൽ ഫോട്ടോ തിരിച്ചേ. ഇത് തിരിച്ചേ. ഒന്നുകൂടി. മതി. ഇനി എടുത്തിട്ട് തുറന്നു. നല്ല കുട്ടി. കൂടെ ഒക്കെ ആക്കി. അതില്ലേ ജീരകം ഒന്നും ആയിട്ടില്ല. അതൊക്കെ അത്ര അതാ എടുക്കരുത്. അത് ഞാൻ പാത്രങ്ങൾ കൊടുക്കണതാണ്. നേരത്തെ തന്നെ വെള്ളം പാർന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ആക്കി വെച്ചാൽ നല്ലോണം സോഫ്റ്റ് ആവും. പുട്ട് കറി എടുക്കും അല്ലേ. ഞങ്ങൾ അജിമിയുടെ പുട്ടും പൊടിയായിട്ട് എടുക്കല്. പക്ഷെ ഇത് മലബാറോ എന്താകുമോ എന്തോ. ഓക്കെ. ഇനി നമുക്ക് ബീഫ് കഴുകണം. തേങ്ങ ചിരകണം. തേങ്ങ എൻ്റെ കുട്ടി ഇന്ന് ചെറുകിയാല് നാളെ നേരം വെളുക്കുമ്പോഴേ നമുക്ക് പുട്ടിടാൻ പറ്റുള്ളൂ. നമുക്ക് മെഷീനെ കൊണ്ട് അത് വിട്ടുക്കണോക്കിയൊക്കെ വെള്ളം. ഗൈസ്, ഞങ്ങൾ ബീഫ് വെക്കാൻ പോവാണ്. അപ്പൊ ഗൈസ്, നമ്മളെ വീഡിയോ ഒന്ന് ഓഫായി. ആദ്യം നമ്മൾ കുക്കർ വെക്കുക. നിൽക്ക ഇത് വെള്ളം വറ്റട്ടെ. വെള്ളമില്ല പറഞ്ഞോ. ഇനി നമ്മൾ ഇതൊക്കെ വരുന്നത് എന്താണ്? ഓയിലല്ല, കോക്കനട്ട് ഓയിൽ. യെസ്, കോക്കനട്ട് ഓയിൽ. പാരെ. ഞങ്ങളൊരു വെറൈറ്റി വെപ്പാട്ടോ. വെറൈറ്റി പറഞ്ഞാൽ എൻ്റെ ഒപ്പം ഉണ്ടാക്കണ ഒരു. മതി. ഇനി മഞ്ഞപ്പൊടി. ഇത് ലോക്കിടെ, ലോ ഫ്ലെയിമൊക്കെ സിമ്മിക്കല്ല, ലോ ഫ്ലെയിമൊക്കെ. ഇനി അതൊക്കെ മഞ്ഞൾപ്പൊടി അല്ല, മല്ലിപ്പൊടി ഇടാം ആദ്യം. ഞാൻ മല്ലിപ്പൊടി ഏതാ പറഞ്ഞു കൊടുക്കട്ടോ. അതൊക്കെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കേട്ടത് മഞ്ഞൾപ്പൊടി തന്നെ. എത്രയാണ്? ഒരു 2-3 സ്പൂൺ ഇട്ടള. അമ്മേ, കുറച്ച് തോനെടുക്കേ. 2-3 സ്പൂൺ ആണപ്പോ. ഇടേ.
ആണോ? ആ ഇഞ്ഞിടേ ഇതൊന്നും 1 മണിക്കൂറാവും ഞങ്ങൾ കറി വെക്കുമ്പോഴത്തേന്. ആണോ? ആ 1 സ്പൂൺ കൂടി ഇടേ. മല്ലിപ്പൊടി തോന വേണം. ഫാത്തിമ എന്താ അറിയില്ല. ഇനി അടുത്ത വേണ്ടത് മുളകും പൊടിയാണ്. മുളക് ഇതിൽ നമ്മൾ തക്കാളി ഇടുന്നില്ല, പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. എത്രയാണ്? 2 സ്പൂൺ ഇട്ടണം. ഇത് നല്ല എരിയില്ല മുളകും പൊടിയാണ് കേട്ടോ. 1 ഫാസ്റ്റ് ആയിക്കോട്ടെ. 2 സ്പൂൺ. ഇനി അടുത്ത ഇടേണ്ടത് ബീഫ് മസാലയാണ്. ഇത് ഫുൾ ബീഫ് ഒക്കെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ഫുൾ ബീഫ് മസാല. ആ ബീഫ് മസാല എത്രയാണ്? 2 സ്പൂൺ ഇട്ടളാം. 2 1 സ്പൂൺ ഇട്ടളാം. 1 സ്പൂൺ ഫുൾ ഇട്ടളാം. അങ്ങനെ ഞങ്ങൾ ബീഫ് മസാല ഇട്ടു. കയ്യിലെടുത്തിട്ടില്ല, മരത്തിൻ്റെ സീലിൻ്റെ ഉണ്ട്. കയ്യിലെടുത്തിട്ട് ഞാൻ നമ്മൾ പൊടിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കരിയും ചെയ്തിട്ടൊന്നും കുഴപ്പമില്ല. ഇന്ന് എളുപ്പം ബീഫ് ഇടേ. ഇവിടെ കൈസഹായത്തിന് വേണ്ടി ഞങ്ങളുടെ ഫാത്തിമ ഉണ്ട് കേട്ടോ. അപ്പം വേണമെങ്കിൽ സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ. ആക്കണോ? അല്ല ഇട്ടള അന്താരാഷ്ട്ര കുക്കിംഗ്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്തിക്കണു. ഇനി അതൊക്കെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളി നല്ല ഒട്ട അടിപൊളിയാണ് കേട്ടോ. ഇതിൽ എൻ്റെ അടുത്ത് ഇല്ല, അത്രേ ഉള്ളൂ. ഇത് പോരെ. ഞങ്ങൾക്ക് വേപ്പിൻ്റെ ഇല ഇടേ. കറിവേപ്പില കഴുകട്ടോ. കുറച്ച് തോനൊക്കെ എടുത്തോ. അത്രയൊന്നും വേണ്ട. ഇടോ. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. അതൊക്കെ പിന്നെ അടുത്തൊക്കെ എന്തെങ്കിലും എൻ്റെ കുട്ടിയുടെ വെള്ളക്കലുണ്ടോ മതി. ഇങ്ങനെ പിടിക്കണം. അപ്പം അത് ശരിക്കും കണ്ടാലും ഒരു വെള്ള കളർ പോലെ ഉണ്ടല്ലേ. പക്ഷേ സംഭവം വെന്ത് ഇപ്പോൾ സെറ്റായിരിക്കും കേട്ടോ. ഇനി ഞാനിത് അടച്ചു കൊടുക്കട്ടെ കേട്ടോ. പിന്നെ പുട്ടിനില്ല തേങ്ങ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്താ കരുതിക്കണ വെച്ചാൽ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ബീഫ് വേകുമ്പോഴത്തേന് നമുക്ക് പുട്ടും ആകും, രണ്ടും ആകും, ബീഫും ആകും. അങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. ഗുഡ് ഐഡിയ ഗൈസ്. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ ഇപ്പം ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പിടണം. അതിപ്പോഴാണ് അതിൻ്റെ ഓർമ്മ. പഠിച്ചിട്ടു കുക്കിംഗ് കാര്യത്തേക്ക് അതൊന്നും ഓർമ്മയില്ല. അല്ലക്ക അത്രയും ഓർമ്മയില്ല. അതൊന്നും പോരാ. കല്ലിപ്പുണ്ടായിരുന്നോടി ഇവിടെ. ഞാൻ ഇട്ടോ. അതെ, എത്ര മതിയോ? കുറച്ചും കൂടി ഇട്ടോ. അത്രയൊന്നും വേണ്ട, കുറച്ച് ലേശം. അങ്ങനെ ഇപ്പിട്ടു. ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിനാണെങ്കിൽ മഞ്ഞൾപ്പൊടി വറന്നു ഗൈസ്. ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ലേശം കൂടി ഇട്ടോ.
മഞ്ഞൾപ്പൊടി. ഇനി എന്തേലും മറന്നോക്കണോ ശാന്തി അടുത്തിട്ട് ഇത് അവസാനത്തെ ഇടലാണ്. ഗൈസ് താൻ കുക്കർ അടച്ച് വെച്ച ഗൈസ്. ഇനി ഇത് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ചേക്കാണ്. അപ്പോൾ ഗൈസ് നമ്മളിനി അടുത്തത് നമ്മൾ തള്ളുണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തേങ്ങ ഇടുക. കുറച്ച് തേങ്ങ അല്ല മതി, അത്രയൊക്കെ മതി. കുറച്ചുകൊണ്ട് അത് കൊടുക്കെടുക്കാനൊക്കെ കേട്ടോ. തേങ്ങ ഇടാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഇവിടെ എന്തായിക്കണ നനവില്ലേ. ഇനി നമുക്ക് പുട്ടുംപൊടി അതിലേക്ക് ഇടുക. ഇട്ട് കൊടുക്കുക. എളുപ്പട്ടെ ഫാസ്റ്റ്. ഇതിന്റെ ഒപ്പം അല്ല, കുറച്ചും കൂടെ ഇടുക, കുറച്ചും കൂടെ. അന്നെ ഒപ്പമാക്കണം. ഇതിന്റെ ഫുൾ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടെടുക്കാം. ലേസം മതി കേട്ടോ. ഇതിങ്ങനെ അടിക്കലേ. ഇതെന്താ നടുവിൽ മാത്രം മൊത്തത്തിൽ അല്ല, അതന്നെ അടുത്ത് മൊത്തത്തിൽ വെതറി കൊടുക്ക. വെതറുക എന്ന് പറഞ്ഞാൽ വെതറുക പറഞ്ഞാൽ വെതറുക തന്നെയല്ലേ. പരത്തുക എന്ന് പറഞ്ഞാൽ പരത്തുക അല്ല, അത് വെച്ചിട്ട് അടച്ചാൽ മതി. ഇനി നമുക്ക് കുക്കറിൻ്റെ മേലേക്ക് നമുക്ക് അടച്ചേക്കാം. ഞാൻ ആകെ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് പുട്ടി ആവി ഏറ്റിരിക്കാനൊക്കെ നമുക്ക് പുട്ടിടാൻ ഒരു പാത്രം വേണം. ഇനി നമുക്കൊരു പ്ലേറ്റ് നമ്മളെ ലാസ്റ്റത്തെ പുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് 5 പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടി ഇവിടെ ഉണ്ട് ഗൈസ്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളെ ബീഫ് വന്നു കൂട്ടോ. ഒരു 15 കുക്കലും കൂക്കിയിട്ടുണ്ടാവില്ലേ ഞങ്ങള്. അപ്പൊ ഗൈസ് ഒരു 15 കുക്കൊക്കെ കൂക്കിയിട്ടുണ്ടാവില്ലേ. അതിനുശേഷം ഞങ്ങളെ ബീഫ് വെന്തുക്കണോന്ന് അറിയില്ല കേട്ടോ. കുക്കർ തുറന്നു നോക്കിയിട്ടില്ല, അറിയില്ല എന്താവുന്നു. ഇനി നമ്മള് ലാസ്റ്റ് ഫൈനൽ പരിപാടിക്ക് പോവുകയാണ്. വെളിച്ചെണ്ണ പാരുണ്ണി മതിയോ? ആ പാർന്നോ, വെളിച്ചെണ്ണ പാർന്നോ? ലാസ്റ്റത്തല്ലേ, മതിയോ? ആ മതി. ഇനി അതിൽ നമ്മൾ വെല്ലുള്ളി ഇട്ടിട്ട് നല്ലായിട്ട് വാട്ടുക. നമുക്ക് ലേശം ഉപ്പിടണം. സവോള കൊടുത്തിട്ടെ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഉപ്പിടല്ലേ? ഉപ്പിട, ലേശം ഉപ്പിട. മതിയോ? വേണ്ട, കുറച്ചും കൂടെ ഇടേ. മതി. അപ്പൊ ഇനി വേപ്പിൻ്റെ ഇടാൻ മറ്റേ ഉപ്പ് വെതറിന ആളെ പോലെയൊക്കെ കാട്ടണം. ഇനി അത് അടച്ചോളാം. അടച്ചോണ്ട് ഐഷ ഇവിടെ കുക്ക് ചെയ്യാൻ വന്നിട്ട്. ഹായ് ഐഷ പാട്ട് പാടിത്തരും. ഐഷ പാട്ട് പാടിക്ക. ഒരു പാട്ടും കൂടി പാടേ. അങ്ങനെ ഗൈസ് ഇത് നല്ല മൈൻഡ് വന്നിട്ടുണ്ട് കേട്ടോ, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇതൊക്കിടാം. അയ്യോ ഫാത്തിമ, സമയമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തീരെ പാട്ടാത്ത കേട്ടോ. ലാസ്റ്റിക്കില് നമ്മുടെ ഇത്ര നേരം കലാശക്കൊട്ട്. അയ്യോ ഇവിടെ കരയുന്നു. മല്ലിച്ചപ്പ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി. നമുക്ക് അടച്ചേക്കണോ? അടച്ചോ, ഇനി ഓഫാക്കിക്കളാം. നമ്മുടെ പുട്ടും ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാരും. അപ്പൊ ഗൈസ് എന്താ വിശിഷ്ട അതിഥിയായ ഫാത്തിമ
അവറുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിക്കൂ, അഭിപ്രായം പറയൂ. തിന്നോ? ആ വീഡിയോ ഇഷ്ടപ്പെട്ടാ